ഹായ് എവരിവൺ. അപ്പോൾ ഇന്ന് നമ്മൾ പരിയിലടുക്കി എന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. अब समय आ गया है कि तुम्हारे एक आदमी बनने का माँ ने ऐसा क्यों कहा होगा. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിൽ ഹർമന്റെ അമ്മ പറയുന്നുണ്ട്, ഇനി നീ വലിയ ആളെ പോലെ പെരുമാറേണ്ട സമയമായി എന്ന്. അപ്പം മെച്യൂരിറ്റി കാണിക്കേണ്ട സമയമായി എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും അമ്മ അങ്ങനെ പറഞ്ഞത് എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പം അതിന് ആൻസർ നോക്കാം നമുക്ക്. മാ കോ പതാ ഥാ കി വ ഹർമൻ സെ ബിഛുഡ്നെ വാലി ഹെ. അമ്മയ്ക്ക് അറിയാമായിരുന്നു അമ്മ ഹർമനിൽ നിന്നും ബിഛുഡ്നെ വാലി ഹെ എന്ന് വെച്ചാൽ സെപ്പറേറ്റ് ചെയ്യപ്പെടാൻ പോവുകയാണ് എന്ന്. अब उसका ख्याल रखने के लिए माँ नहीं होगी. അപ്പൊ അമ്മയ്ക്ക് എന്താ അറിയായിരുന്നു? സെപ്പറേറ്റ് ചെയ്യപ്പെടാൻ പോവാണെന്നും അറിയായിരുന്നു. അതുപോലെ തന്നെ ഈ ഹർമന്റെ ഖ്യാൽ റഖ്നെ കെ ലിയെ എന്ന് വെച്ചാൽ ഹർമനെ നോക്കാനായിട്ട്, ഹർമനെ ശ്രദ്ധിക്കാനായിട്ട് അമ്മ ഇനി ഉണ്ടാവില്ല എന്നും അമ്മയ്ക്ക് അറിയാമായിരുന്നു. इसलिए माँ ने कहा होगा कि अब उसके एक आदमी बनने का समय आ गया है. അതുകൊണ്ടായിരിക്കാം അമ്മ പറഞ്ഞത് അവൻ മെച്യൂരിറ്റിയോട് കൂടിയിട്ട് എന്താണ് പെരുമാറേണ്ട സമയമായി എന്ന്, വലിയ ഒരാളായിട്ട് പെരുമാറേണ്ട സമയമായി എന്ന്. ആകെ സെ ഉസെ ഏക് ബഡേ ആദ്മി ജൈസാ സാരാ കാം ഖുദ് കർനാ പടേഗ. അപ്പോൾ ആകെ സെ എന്ന് വെച്ചാൽ മുന്നോട്ട്, ഇനി മുന്നോട്ട് അവന് എല്ലാ കാര്യങ്ങളും ഏക് ബഡേ ആദ്മി ജൈസ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ, അതായത് ഒരു മുതിർന്ന ഒരു പുരുഷനെ പോലെ എല്ലാ കാര്യങ്ങളും ഖുദ് കർനാ പടേഗ, സ്വന്തമായിട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഖുദ് എന്ന് വെച്ചാൽ സ്വയം എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അബ് യഹി ഘർ ഹെ कैदी शिविर को यहाँ घर क्यों कहा गया होगा. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അബ് യഹി ഘർ ഹെ कैदी शिविर को यहाँ घर क्यों कहा गया है. അപ്പോൾ ഇനി മുതൽ ഇത് തന്നെയാണ് നമ്മുടെ വീട് എന്ന് ഹർമന്റെ ചേട്ടൻ പറയുന്നുണ്ട്. അപ്പം ഇവര് താമസിക്കുന്ന ആ ഒരു പ്രിസൺ അല്ലെങ്കിൽ ആ കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ, അപ്പം അതിനെ എന്തുകൊണ്ടാണ് അവരുടെ വീട് എന്ന് ഇവിടെ വിശേഷിപ്പിച്ചിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. अब അതിന്റെ ആൻസർ നോക്കാം. ഹർമൻ के भाई को पता था कि अब उनका अपने घर लौटना असंभव है. ഹർമന്റെ ഭായിക്ക് അറിയാമായിരുന്നു, പത്താ ഥ എന്ന് പറഞ്ഞാൽ എന്താണ്, അറിയാമായിരുന്നു അവർക്ക് ഇനി അവരുടെ വീട്ടിലോട്ട് തിരിച്ചു പോവുക. ലോട്ട്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തിരിച്ചു പോവുക. അപ്പം അവരുടെ വീട്ടിലേക്ക് ഇനി തിരിച്ചു പോവുക എന്ന് പറയുന്നത് അസംഭവ്യമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് ഹർമന്റെ ചേട്ടന് അറിയാമായിരുന്നു. ഉസേ പത്താ ഥ കി അബ് ഉൻഹെ ക്യാദി ശിവിർ മേ ഹി രഹനാ പടേഗ. അവനറിയാമായിരുന്നു എന്താണ്, ഇനി മുതൽ അവർ ഈ ക്യാമ്പ്സിൽ തന്നെയാണ് അല്ലെങ്കിൽ ഈ പ്രിസണിൽ, ഈ ജയിലിൽ തന്നെയാണ് താമസിക്കേണ്ടത് എന്ന്. ഇസ്ലിയെ ഉസ്നെ കഹാ കി അബ് യഹി ഘർ ഹെ. അപ്പോ ഇത് അറിയുന്നത് കൊണ്ടാണ് എന്താണ് ഹർമന്റെ ഭായി പറഞ്ഞത്, ഇനി മുതൽ ഇത് തന്നെയാണ്, ഈ കോൺസെൻട്രേഷൻ ക്യാമ്പ് അല്ലെങ്കിൽ ഈ ഒരു പ്രിസൺ തന്നെയാണ് നമ്മുടെ വീട് എന്ന്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, ഹർമൻ കോ ഹമേഷ മാ കി യാദ് ക്യോ സത്താത്തി ഹോഗി. ഹർമന് എപ്പോഴും, ഹമേഷ എന്ന് പറഞ്ഞാൽ എപ്പോഴും എന്താണ്, അമ്മയുടെ ഓർമ്മകൾ അലട്ടിക്കൊണ്ടിരുന്നത് എന്തുകൊണ്ടായിരിക്കും എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അതിന് ആൻസർ നോക്കാം. हरमन बस एक 11 साल का लड़का था जिसको अपनी माँ से बहुत लगाव था. അപ്പോൾ ഹർമൻ ഒരു 11 വയസ്സ് മാത്രമുള്ള ഒരു ആൺകുട്ടിയായിരുന്നു. അവന്റെ അമ്മയുമായിട്ട് അത്രയും അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു. ലഗാവ് എന്ന് വെച്ചാൽ അതാണ്, അത്രയും അറ്റാച്ച്ഡ് ആയിരുന്നു അമ്മേനായിട്ട്. ഉസേ ഏക് ദിൻ അപ്നി മാ സെ അച്ചാനക് ദൂർ കർ ദിയാ ഗയ. അപ്പൊ അവന് ഒരു ദിവസം പെട്ടെന്ന് അവന്റെ അമ്മയുടെ അടുത്തുനിന്ന് സെപ്പറേറ്റ് ചെയ്യപ്പെട്ടു. അപ്പോൾ അച്ചാനക് എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി, പെട്ടെന്ന്, സഡൻലി എന്നൊക്കെയുള്ള അർത്ഥമാണ്. कैदी शिविर में उसे बहुत काम करना पड़ता है और ठीक से खाना भी नहीं मिलता. ഈ ക്യാദി ശിവിറിൽ ഇവന് ഒരുപാട് ജോലി ചെയ്യേണ്ടതായിട്ട് വരുന്നു. അതുപോലെ തന്നെ കറക്റ്റ് ആയിട്ട് ഭക്ഷണമൊന്നും കിട്ടുന്നില്ല. ഇസ് ഹാലത് കെ കാരൺ ഉസേ ഹമേഷ മാ കി യാദ് സതാത്തി ഹോഗി. അപ്പോ ഈ ഒരു അവസ്ഥ കാരണമായിരിക്കാം അവനെ എപ്പോഴും അമ്മയുടെ ഓർമ്മകൾ അലട്ടിക്കൊണ്ടിരുന്നത് എന്നാണ് അതിന്റെ അർത്ഥം. അപ്പോൾ അമ്മ ഉണ്ടായിരുന്ന സമയത്തുള്ള സുഖം സൗകര്യമൊന്നും ഇപ്പൊ ഇല്ല. കുട്ടി അത്രയും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടായിരിക്കും അമ്മയെ ഇപ്പൊ അവൻ ഓർക്കാനായിട്ടുള്ള കാരണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ, ഏക് ഗലത് കദം കാ മത്ലബ് ഥാ മൗത്ത്. മേരി മൗത്ത് ഉസ്കി മൗത്ത് യഹാ ഗലത് കദം ക്യോ കഹാ ഗയാ ഹെ. അപ്പൊ ഇവിടെ പറയുന്നുണ്ട് ഒരു റോങ് സ്റ്റെപ്പ്. ഗലത് കദം എന്ന് പറഞ്ഞാൽ ഒരു തെറ്റായ ചുവട്, ഒരു റോങ് സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം മരണം എന്നാണ്. എന്റെ മരണം അവളുടെ മരണം എന്ന്. അപ്പൊ ഇവിടെ ഗലത് കദം എന്ന് എന്തുകൊണ്ടാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, അപ്പം അതിന് ആൻസർ നോക്കുകയാണെങ്കിൽ, ക്യാദി ശിവിർ കെ ലോഗോ കോ ബാഹർ കെ ലോഗോ സെ മിൽനെ കാ അധികാർ നഹി ഹെ. അപ്പോൾ ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിലൊക്കെ ഉള്ള ആളുകൾക്ക് പുറത്തുള്ള ആളുകളുമായിട്ട്, ബാഹർ കെ ലോഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, പുറത്തുള്ള ആളുകളുമായിട്ട് അവരെ കാണാനായിട്ട് ഉള്ള അവകാശമില്ല.
अगर हरमन को उस लड़की से बात करते हुए किसी ने देख लिया होता तो दोनों को ही मार दिया जाता. അപ്പോൾ ഹർമൻ ഈ പെൺകുട്ടിയുമായി സംസാരിക്കുന്നത് ആരെങ്കിലും കണ്ടിരുന്നെങ്കിൽ രണ്ടുപേരെയും കൊന്നുകളഞ്ഞേനെ എന്നുള്ളതാണ്. ഇസ്ലിയെ ഉൻഹെ സതർക്ക് രഹന പഡ്താ ഥാ. അതുകൊണ്ട് തന്നെ അവരെപ്പോഴും സതർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാല് കോഷ്യസ് ആയിട്ട് എന്നുവെച്ചാൽ കെയർഫുൾ ആയിട്ട് ഇരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. നഹി തോ ബസ് എക് ഛോട്ടി സി ഗൽത്തി ഓർ ദോനോ കി ജാൻ ചലി ജാത്തി. അല്ലാന്നുണ്ടെങ്കിൽ ഇവര് കെയർഫുൾ അല്ലാന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഏക് ഛോട്ടി സി ഗൽത്തി, അതിനെയാണ് ഗലത് കദം എന്ന് പറയുന്നത്. ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടായി കഴിഞ്ഞാല് ദോനോ കി ജാൻ ചലി ജാത്തി, രണ്ടുപേരുടെയും ജീവൻ നഷ്ടപ്പെട്ടേനെ എന്നാണ് പറയുന്നത്. मैंने क्या पाया और क्या खोया, ഹർമൻ ने क्यों ऐसा सोचा होगा. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് നേടിയത്, എന്തൊക്കെയാണ് നഷ്ടപ്പെടുത്തിയത് എന്നിങ്ങനെ ഹർമൻ ആലോചിക്കുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കാം ഹർമൻ അങ്ങനെ ചിന്തിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അതിന് ആൻസർ നോക്കാം. कैदी शिविर से बचकर निकलने के बाद ഹർമൻ ന്യൂയോർക്ക് പहुंचा और एक नया जीवन शुरू किया. അങ്ങനെ ഈ ഒരു പ്രിസണേഴ്സ് ക്യാമ്പിൽ നിന്ന് പുറത്ത് വന്നിട്ട് ഹർമൻ എന്താണ് ചെയ്തത്? ന്യൂയോർക്കിൽ എത്തി. അതുപോലെ തന്നെ ഒരു പുതിയ ജീവിതം ആരംഭിച്ചു. ഉസ് അവസർ പർ ഭി പുരാനി യാദോ നെ ഉസെ കസ്കർ ജക്കഡ് രഖാ ഥാ. ഉസ് അവസർ പർ എന്ന് വെച്ചാൽ എന്താണ്? ആ അവസരത്തിൽ കൂടിയും പുരാനി യാദെ, പഴയ ഓർമ്മകൾ, ഉസെ കസ്കർ, കസ്കർ എന്ന് വെച്ചാൽ ടൈറ്റ് ആയിട്ട്, ജക്കഡ് രഖാഥ, ചുറ്റി വരിഞ്ഞിരുന്നു. അതായത് പുതിയൊരു ജീവിതം ആരംഭിച്ചെങ്കിലും പണ്ടത്തെ ഓർമ്മകൾ ഇപ്പോഴും ഹർമനെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്നു. तब उसने सोचा कि मैंने यह नया जीवन पाने के लिए अपने अतीत में क्या क्या खोया है. अतीत को याद करके उसने ऐसा सोचा होगा. ആ സമയത്താണ് ഹർമൻ ഇങ്ങനെ ആലോചിച്ചത്, ഈ ഒരു പുതിയ ജീവിതം കിട്ടാനായിട്ട് ഞാൻ എന്തെല്ലാം കാര്യങ്ങൾ എൻ്റെ അത്തീത്ത് എന്ന് വെച്ചാൽ പാസ്റ്റില് നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. എനിക്ക് ഈ ഒരു ജീവിതം കിട്ടാനായിട്ട് എൻ്റെ പാസ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന്. അത്തീത് കോ യാദ് കർക്കെ ഉസ്നെ ऐसा सोचा होगा. അപ്പൊ തന്റെ പാസ്റ്റിനെ കുറിച്ച് ആലോചിച്ചപ്പോഴായിരിക്കും ഹർമൻ ഇങ്ങനെ ചിന്തിച്ചത് എന്നാണ് പറയുന്നത്. അപ്പം സൈഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ കഴിഞ്ഞു. ഇനി ആക്ടിവിറ്റീസ് ആണ് വരുന്നത്. കഹാനി കെ ആധാർ പർ ലിഖേ യഹ് കഥൻ കിസ്കാ ഹെ. സ്റ്റോറിനെ ബേസ് ചെയ്തിട്ട് ഇവിടെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെ ക്യാരക്ടേഴ്സ് പറഞ്ഞതാണ് എന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഏക് പരി ആക്കർ തുംഹെ ബച്ചായേഗി എന്ന് പറഞ്ഞത് ആരാണ്? അമ്മയാണ് പറഞ്ഞത്. मैं एक लड़के के लिए रोजाना सेब लेकर जाती थी എന്ന് പറഞ്ഞത് ആരാണ്? പരി ലഡ്കി അല്ലെങ്കിൽ റോമ. ഇവിടെ റോമ എന്നാണ് തന്നിട്ടുള്ളത്. നിങ്ങൾക്ക് പരി ലഡ്കി എന്ന് എഴുതാം. പരി ലഡ്കിയുടെ പേരെന്താണ്? റോമ എന്നാണ്. അബ് യഹി ഘർ ഹെ എന്ന് പറഞ്ഞത് ഭായി, ഹർമൻ ക ഭായി എന്ന് എഴുതിയാലും കറക്റ്റ് ആണ്. തുംഹെ വോ ലഡ്കി പസന്ത് ആയേഗി, നിനക്ക് ആ പെൺകുട്ടിയെ ഇഷ്ടപ്പെടും എന്ന് പറഞ്ഞത് ആരാണ്? मैं वहां एक शिविर में कैदी था, ഞാൻ അവിടെ ആ ഒരു ക്യാമ്പിലെ പ്രിസണർ ആയിരുന്നു എന്ന് പറഞ്ഞത് ആരാണ്? ഹർമൻ. ഓക്കെ, നെക്സ്റ്റ് കഹാനി പഠേ ഘട്നാओं को क्रमबद्ध करे എന്നാണ് പറയുന്നത്. താഴെ കുറച്ച് എന്താണ് സന്ദർഭങ്ങൾ തന്നിട്ടുണ്ട്. അപ്പം സ്റ്റോറി വായിച്ചിട്ട് ഇതിനെ ഓർഡർ ആക്കി എഴുതാനാണ് പറയുന്നത്. അപ്പം ആദ്യം വരുന്നത് ഹർമൻ മാ സെ അലഗ് ഹോത്താ ഹെ, എന്താണ്? ഹർമൻ അമ്മയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യപ്പെടുന്നു. ഹർമൻ ക്യാദി ശിവിർ മേ ബന്ദി ഹോത്താ ഹെ, ഹർമൻ ഈ പ്രിസണേഴ്സ് ക്യാമ്പിൽ ഒരു പ്രിസണറായി മാറുന്നു. പരി ലഡ്കി സെ ഹർമൻ കോ മദദ് മിൽത്തി ഹെ, പരി ലഡ്കിയിൽ നിന്ന് ഹർമന് ഒരു ഹെൽപ്പ് ലഭിക്കുന്നു. ഹർമൻ ആഖ്രി ബാർ ബാഡ് കെ പാസ് ജാത്താ ഹെ, അവസാനമായിട്ട് ഹർമൻ ആ വേലിയുടെ അടുത്തോട്ട് പോകുന്നു. യുദ്ധ സമാപ്ത് ഹോ ജാത്താ ഹെ, യുദ്ധം അവസാനിക്കുന്നു. ഹർമൻ ഭായിയോ കെ സാത്ത് ഇംഗ്ലണ്ട് ചലാ ജാത്താ ഹെ, ഹർമൻ തന്റെ സഹോദരങ്ങളോടൊപ്പം ഇംഗ്ലണ്ടിലേക്ക് പോകുന്നു. യുവ ബന്നെ പർ ഹർമൻ ജീനെ കെ ലിയെ അമേരിക്ക ചലാ ജാത്താ ഹെ, പിന്നെ ഒരു യുവാവായതിനു ശേഷം എന്താണ്? ഹർമൻ അമേരിക്കയിലേക്ക് പോകുകയാണ്. പരി ലഡ്കി സെ പുന മിൽത്താ ഹെ, അങ്ങനെ അമേരിക്കയിൽ ചെല്ലുന്ന സമയത്ത് എന്താണ്? ഈ പരി ലഡ്കീനെ വീണ്ടും, പുന എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും, മിൽത്താ ഹെ കണ്ടുമുട്ടുന്നു. അതുപോലെ തന്നെ പരി ലഡ്കി കോ പെഹചാൻതാ ഹെ, കണ്ടുമുട്ടി കഴിഞ്ഞിട്ട് ഈ പരി ലഡ്കിയെ പെഹചാനെന്ന് വെച്ചാൽ ഐഡന്റിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് തന്റെ പരി ലഡ്കി തന്നെയാണ് ഈ റോമ എന്ന് തിരിച്ചറിയുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ മുഹാവറോ കോ സംജെ നയെ പ്രസംഗ് മേ പ്രयोग करे. അപ്പൊ താഴെ തന്നിട്ടുള്ള പഴഞ്ചൊല്ല് അല്ലെങ്കിൽ ഫ്രേസസിന്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് അതിനെ വെച്ചിട്ട് ആ ഒരു ചൊല്ല് അല്ലെങ്കിൽ ആ ഒരു ഫ്രേസ് വെച്ചിട്ട് വേറെ സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ ഫ്രേസ് എന്ന് പറഞ്ഞാല് ജാൻ ജോഖിം മേ ഡാൽന എന്നാണ്. അപ്പം അതിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ജാൻ ജോക്കിം മേ ഡാൽന
का मतलब है किसी काम को करने के लिए अपने जीवन को खतरे में डालना. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഫ്രേസിന്റെ അർത്ഥം എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് സ്വന്തം ജീവൻ തന്നെ റിസ്ക് ചെയ്യുക എന്നുള്ളതാണ്. ഖത്തറ എന്ന് വെച്ചാൽ ഡേഞ്ചർ അല്ലെങ്കിൽ റിസ്ക് എന്നുള്ള അർത്ഥമാണ്. അപ്പൊ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അത്രയും അധികം റിസ്ക് എടുക്കുക, തന്റെ ജീവന് തന്നെ ആപത്ത് ഉണ്ടാവുന്ന രീതിയിലുള്ള റിസ്ക് എടുക്കുന്നതിനെയാണ് ജാൻ ജോഖിം മേ ഡാൽന എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഫ്രേസ് നോക്കാം നമുക്ക്. അതീത് കാ ക്യാദി ഹോന. अतीत का कैदी होना से तात्पर्य है अपने अतीत के यादों, अनुभवों और गलतियों के പ്രഭാവ് മേ രഹന. അതീത് കാ ക്യാദി എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതീത്തിലെ അല്ലെങ്കിൽ കഴിഞ്ഞു പോയ സമയത്തിലെ എന്താണ് യാദ് എന്ന് വെച്ചാൽ ഓർമ്മകൾ, അതുപോലെ തന്നെ അനുഭവങ്ങൾ, അതുപോലെ തന്നെ തങ്ങൾക്ക് പറ്റിയിട്ടുള്ള തെറ്റുകൾ, ഇതിന്റെയൊക്കെ പ്രഭാവത്തിൽ ജീവിക്കുക എന്നുള്ളതിനെ ആണ് അതീത് കാ ക്യാദി ഹോന എന്ന് പറയുന്നത്. ഇനി അത് ഉപയോഗിച്ചിട്ടുള്ള സെന്റൻസ് നോക്കാം. ആദ്യത്തെ ഫ്രേസ് ഉപയോഗിച്ചിട്ടുള്ള സെന്റൻസ് ആണ് ഏക് ഭലെ ആദ്മീനെ അപ്നി ജാൻ ജോഖിം മേ ഡാൽക്കർ ഉസ് ബച്ചെ കോ ബച്ചായ. അതായത് ഒരു ഭലെ ആദ്മി എന്ന് വെച്ചാൽ ഒരു നല്ല മനുഷ്യൻ തന്റെ ജീവൻ റിസ്ക് ചെയ്തിട്ട്, അപ്നി ജാൻ ജോഖിം മേ ഡാൽക്കർ തന്റെ ജീവൻ റിസ്ക് ചെയ്തിട്ട് ഉസ് ബച്ചെ കോ ബച്ചായ ആ കുട്ടിയെ രക്ഷപ്പെടുത്തി. ഇനി രണ്ടാമത്തെ ഫ്രേസിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. അത് വെച്ചിട്ടുള്ള ഒരു സെന്റൻസ് രാഘവ് അബ് ബി അപ്നെ ദുഃഖ് ഭരെ അതീത് കാ ക്യാദി ബനാ ഹുവാ ഹെ. രാഘവ് ഇപ്പോഴും, അബ്ബി എന്ന് പറഞ്ഞാൽ ഇപ്പോഴും, തന്റെ ദുഃഖ് ഭരെ ദുഃഖം നിറഞ്ഞ അതീത് കാ, അതീത് എന്ന് വെച്ചാൽ പാസ്റ്റ്, ഭൂതകാലത്തിന്റെ ക്യാദി ബനാ ഹുവാ ഹെ അതിന്റെ തടവിലാണ്. അതായത് തന്റെ പാസ്റ്റിലെ ആ വേദന നിറഞ്ഞ ഓർമ്മകളുടെ തടവിലാണ് ഇപ്പോഴും രാഘവ് എന്നാണ് രണ്ടാമത്തെ സെന്റൻസിന്റെ അർത്ഥം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. കഹാനി കെ ആധാർ പർ വാക്യ വിസ്താർ കരെ. എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു സ്റ്റോറീനെ ബേസ് ചെയ്തിട്ട് ഈ തന്നിട്ടുള്ള സെന്റൻസ് പല പല സ്റ്റെപ്പാക്കി എക്സ്പാൻഡ് ചെയ്ത് എഴുതാനാണ് പറയുന്നത്. അപ്പം തന്നിട്ടുള്ള സെന്റൻസ് എന്താണ്? റോമ കാം കർത്തി ഥി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. റോമ ജോലി ചെയ്തിരുന്നു. അപ്പൊ അതെങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യേണ്ടത്? റോമ ഗാവ് മേ കാം കർത്തി ഥി. റോമ എവിടെയാണ് ജോലി ചെയ്തിരുന്നത്? ഗ്രാമത്തിൽ. നെക്സ്റ്റ് സെന്റൻസില് റോമ എക് ഛോട്ടെ സെ ഗാവ് മേ കാം കർത്തി ഥി. റോമ ഒരു ചെറിയ ഗ്രാമത്തിലാണ് ജോലി ചെയ്തിരുന്നത്. ഇനി അതിനെ വീണ്ടും എക്സ്പാൻഡ് ചെയ്യണം. റോമ ജർമ്മനി കെ എക് ഛോട്ടെ സെ ഗാവ് മേ കാം കർത്തി ഥി. റോമ ജർമ്മനിയിലെ തന്നെ ഒരു ചെറിയ വില്ലേജിലാണ് ജോലി ചെയ്തിരുന്നത്, ഗ്രാമത്തിലാണ് ജോലി ചെയ്തിരുന്നത്. ഓക്കെ, നെക്സ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത് रोमा अपने परिवार की पहचान छिपाने के लिए जर्मनी के एक छोटे से गांव में काम करती थी. रोमा തന്റെ ഫാമിലി മെമ്പേഴ്സിന്റെ ഐഡന്റിറ്റി പെഹച്ചാൻ छिपाने के लिए മറയ്ക്കാനായിട്ട് ജർമ്മനിയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ആണ് ജോലി ചെയ്തിരുന്നത് എന്നാണ് പറയുന്നത്. അപ്പം സ്റ്റോറി നമുക്ക് അറിയണം, എന്നാലാണ് ഈ ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് എളുപ്പം. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ രേഖാങ്കിത് ശബ്ദോ പർ ധ്യാൻ ദേ അർത്ഥഭേദ് സംജേ. അപ്പൊ താഴെ കുറച്ച് വേർഡ്സ് എന്താണ് അണ്ടർലൈൻ ചെയ്ത് തന്നിട്ടുണ്ട്. അതിൽ വരുന്ന അർത്ഥഭേദം എന്ന് വെച്ചാൽ അർത്ഥത്തിന്റെ വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കുക. ഇത് മനസ്സിലാക്കിയാലാണ് നമുക്ക് അടുത്ത ഒരു ടേബിൾ ഫില്ല് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോ മേരി ട്രെയിൻ തേസി സെ ആകെ ബഡ്തി ഥി. എന്റെ ട്രെയിൻ എന്താണ്? തേസി സെ എന്ന് വെച്ചാൽ സ്പീഡിലാണ് മുന്നോട്ട് പോയിരുന്നത്. അപ്പൊ അത് പാസ്റ്റ് ടെൻസ് ആണ്, ബഡ്തി ഥി എന്നാണ് എഴുതിയിട്ടുള്ളത്. മേരി ട്രെയിൻ തേസി സെ ആകെ ബഡ്തി ഹെ. എന്റെ ട്രെയിൻ, ഞാൻ കയറിയിട്ടുള്ള ട്രെയിൻ എന്താണ്? സ്പീഡിൽ മുന്നോട്ട് പോകുന്നു. മേരി ട്രെയിൻ തേസി സെ ആകെ ബഡേഗി. ബഡേഗി എന്ന് പറയുമ്പോൾ പോകും എന്നാണ്. അപ്പൊ ഞാൻ കയറിയിട്ടുള്ള ട്രെയിന്, എന്റെ ട്രെയിന് തേസി സെ സ്പീഡില് മുന്നോട്ട് പോകും എന്നാണ്. ആദ്യത്തെ പോയി, രണ്ടാമത്തെ പോകുന്നു, മൂന്നാമത്തെ പോകും എന്നാണ്. ഇനി പിതാ പിയാനോ ബജാത്തെ ഥേ എന്താണ്? അച്ഛൻ പിയാനോ വായിക്കുമായിരുന്നു. പിതാ പിയാനോ ബജാത്തെ ഹെ. അച്ഛൻ പിയാനോ വായിക്കുന്നു. പിതാ പിയാനോ ബജായെങ്കി. അച്ഛൻ പിയാനോ വായിക്കും എന്നാണ്. അപ്പം അത് ടെൻസിന്റെ ചേഞ്ച് ആണ്. പാസ്റ്റ് ടെൻസ്, പ്രസന്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസിലാണ് ആ ഒരു വ്യത്യാസം വരുന്നത്. ഓക്കെ, നമൂനയ്ക്ക് അനുസാർ ലിഖേ എന്ന് വെച്ച് കഴിഞ്ഞാല് നേരത്തെ കണ്ടിട്ടുള്ള എക്സാമ്പിൾ അനുസരിച്ചിട്ട് ഇത് ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. നമൂന എന്ന് വെച്ചാൽ ഉദാഹരണം. അപ്പൊ ഇവിടെ മേരി മാ ഖാന ബനാത്തി ഹെ എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് പാസ്റ്റ് ടെൻസിൽ വരുമ്പോ എന്തായിരിക്കും? മേരി മാ ഖാന ബനാത്തി ഥി എന്നാണ് വരിക. ഫ്യൂച്ചറിലാവുമ്പോൾ ബനായെങ്കി എന്നാണ് വരിക. മേരി മാ ഖാന ബനായെങ്കി.
നെക്സ്റ്റ് മേരെ പേർ ആകെ ബഡ്തേ ഥേ, എൻ്റെ കാലുകൾ മുന്നോട്ട് പോയിരുന്നു. അടുത്തതായിട്ട് പ്രസന്റ് ടെൻസിൽ എങ്ങനെയാ വരിക? ബഡ്തേ ഹെ, എൻ്റെ കാലുകൾ മുന്നോട്ട് പോകുന്നു. അടുത്തത് ബഡേംഗെ, എൻ്റെ കാലുകൾ മുന്നോട്ട് പോകും എന്നാണ് പറയുന്നത്. ബഡേംഗെ എന്നാണ് ഫ്യൂച്ചറിൽ വരിക. ഓക്കെ, നെക്സ്റ്റ് മേരെ ഹാത്തോ സെ ഖൂൻ ബഹത്താ ഹെ, എൻ്റെ കയ്യിൽ നിന്നും ചോര ഒഴുകുന്നു. അത് പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റുമ്പോൾ ബഹത്ത ഥ എന്നായിട്ട് മാറും. അതുപോലെ തന്നെ ഫ്യൂച്ചർ ടെൻസിലേക്ക് ആക്കി മാറ്റുമ്പോൾ ബഹേഗ എന്നായിട്ടും മാറും. ഇനി വ ബാഡ് കെ പാസ് ജാത്തി ഥി, അവിടെ ജാത്തി ഥി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി എന്താണ് വരിക? ജാത്തി ഹെ. പ്രസന്റ് ടെൻസിൽ വരുമ്പോൾ ജാത്തി ഹെ എന്നും ഫ്യൂച്ചർ ടെൻസിൽ വരുന്ന സമയത്ത് ജായേഗി എന്നും വരും. ഓക്കെ, ഇനി मैं कारखाने में काम करता हूँ, അത് പ്രസന്റ് ടെൻസ് ആണ്. करता हूँ അത് പാസ്റ്റിലേക്ക് ആവുമ്പോൾ എന്താവും? करता था എന്നായിട്ട് മാറും. ഫ്യൂച്ചറിലാവുമ്പോൾ करूंगा എന്നായിട്ട് മാറും. मैं घर जाना चाहता था, എനിക്ക് വീട്ടിൽ പോകണമെന്നായിരുന്നു ആഗ്രഹം, അല്ലെങ്കിൽ എനിക്ക് വീട്ടിൽ പോകണമായിരുന്നു. അപ്പം അത് പ്രസന്റ് ടെൻസിലാവുമ്പോൾ मैं घर जाना चाहता हूँ എന്നായിട്ട് മാറും. ഫ്യൂച്ചറിലാണെങ്കിൽ मैं घर जाना चाहूंगा എന്നായിട്ട് മാറും. ഓക്കെ, അപ്പൊ ഈ ചാഹത്ത എന്നുള്ളൊരു വേർഡാണ് ചാത്താ ഥ, ചാത്താ ഹൂ, ചാഹൂങ്ക എന്നായിട്ട് മാറുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഹർമൻ കെ ജീവൻ പ്രസംഗോ സെ സംബന്ധിത് വാക്യ ചുൻകർ താലിക ഭരി എന്ന് വെച്ചാൽ ഹർമന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെന്റൻസ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത്. അത് സെലക്ട് ചെയ്തിട്ട് താഴെ കൊടുത്തിട്ടുള്ള താലിക എന്ന് വെച്ചാൽ ഈ ഒരു ടേബിൾ ഉണ്ടല്ലോ, ഇത് ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ ആദ്യത്തെ ടേബിളിൽ ഹർമൻ ആ പ്രിസണേഴ്സ് ക്യാമ്പിൽ ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന കാര്യങ്ങളാണ് എഴുതേണ്ടത്. അതുപോലെ തന്നെ രണ്ടാമത്തെ ടേബിളിൽ ഈ ശിവിർ സെ ഛൂട്ട്നെ കെ ബാദ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രിസണേഴ്സ് ക്യാമ്പിൽ നിന്ന് ഫ്രീ ആയതിനു ശേഷം ഉള്ള കാര്യങ്ങളാണ് എഴുതേണ്ടത്. അപ്പം ഇതിൽ 1, 2 എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഹർമൻ എക് നയി ജിന്ദഗി കി ശുരുവാത് കർനെ കെ ലിയെ അമേരിക്ക ചലാ ജാത്താ ഹെ, അതെന്താണ്? പ്രിസണേഴ്സ് ക്യാമ്പിൽ നിന്ന് മാറിയതിനു ശേഷം. അപ്പോൾ അത് സെക്കൻഡ് ബോക്സിലാണ് എഴുതേണ്ടത്. സാക്കഡു ലോഗോ കെ ബീച്ച് ദബ്കർ സോത്താ ഹെ, അത് പ്രിസണേഴ്സ് ക്യാമ്പിൽ ഉണ്ടായിരുന്ന സമയത്താണ്. അപ്പം ഫസ്റ്റ് ബോക്സിൽ എഴുതുക. റോമ സെ സഹായത മിൽത്തി ഹെ, ഫസ്റ്റ് ബോക്സിൽ. ഹർമൻ അതീത് കോ ഭൂൽനെ കി കോशिश करता है, सेकंड बॉक्स है. हरमन अकेला और असहाय महसूस करता है, फर्स्ट बॉक्स है. रोमा से पुनः मिलन संपन्न होता है, सेकंड बॉक्स है. कड़ी मेहनत और भूख से रहता है, फर्स्ट बॉक्स है. भाइयों के साथ इंग्लैंड चला जाता है, सेकंड बॉक्स है. ओके, इन्हीं नेक्स्ट क्वेश्चन നോക്കാം. लड़के के चरित्र की विशेषता के अनुसार कहानी से प्रसंग चुनकर लिखें. അപ്പോൾ ഇവിടെ ഹർമൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറിൽ നിന്നാണ് ആരോസ് കൊടുത്തിട്ടുള്ളത്. ഒരു വേർഡ്സൺ പോലെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പം ഈ ഹർമന്റെ സ്വഭാവത്തിന്റെ ഏതെങ്കിലും പ്രത്യേകതകൾ കാണിക്കുന്ന സെന്റൻസസ് അല്ലെങ്കിൽ ആ ഒരു കോണ്ടെക്സ്റ്റ്, ആ ഒരു സന്ദർഭം ഈ സ്റ്റോറിയിൽ നിന്ന് ആദ്യം എടുത്തെഴുതുക. എന്നിട്ട് അതിൽ നിന്ന് ഹർമന്റെ എന്ത് ക്വാളിറ്റിയാണ് മനസ്സിലാകുന്നത് എന്നാണ് നെക്സ്റ്റ് ബോക്സസിൽ എഴുതേണ്ടത് ഒറ്റ വാക്കില്. ഓക്കെ, അപ്പോ ആദ്യത്തെ ബോക്സ് ഇവര് ഫില്ല് ചെയ്തിട്ടുണ്ട്. കം ഉമ്ര മേ ഗംഭീർ പരിസ്ഥിതിയോ കാ സാമന കർത്താ ഹെ, ചെറിയ പ്രായത്തിൽ തന്നെ സീരിയസ് ആയിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകാനായിട്ട്, സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാനായിട്ടുള്ള ഒരു സന്ദർഭം ഉണ്ടാവുന്നുണ്ട് ഹർമന്റെ ജീവിതത്തിൽ. അപ്പോൾ അനുഭവി എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ്ഡ് എന്നുള്ള അർത്ഥമാണ് വരുന്നത്. നെക്സ്റ്റ്, യുദ്ധ ശിവിർ മേ അക്കേലെ ഹി മുഷ്കിലോ കാ സാമന കർത്താ ഹെ, അതായത് പ്രിസണേഴ്സ് ക്യാമ്പിൽ ഒറ്റയ്ക്ക് തന്നെ എല്ലാ പ്രശ്നങ്ങളും നേരിടുന്നു എന്നുള്ളതാണ്. നെക്സ്റ്റ്, അപ്പം ആ ഫീച്ചർ എന്താണ്? ആത്മനിർഭർ എന്ന് വെച്ച് കഴിഞ്ഞാല് സെൽഫ് റിലയന്റ് ആയിട്ടുള്ള, വേറെ ആളുകളെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഒറ്റയ്ക്ക് തന്നെ എല്ലാം ചെയ്യുന്നു. അതാണ് ആത്മനിർഭരത എന്ന് പറയുന്നത്. അപ്പോൾ ആത്മനിർഭർ എന്നുള്ള ക്വാളിറ്റിയാണ് അവിടെ കാണിക്കുന്നത്. നെക്സ്റ്റ്, പരി ലഡ്കി ദ്വാര ദിയേ ഗയേ സേബ് കോ റോസ് സ്വീകാർ കർണ എന്ന് വെച്ച് കഴിഞ്ഞാൽ പരി ലഡ്കി എല്ലാ ദിവസവും കൊടുക്കുന്ന ആ ഒരു ആപ്പിൾ സ്വീകരിക്കുക എന്നുള്ളത്. കൃതജ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്ക്ഫുൾ എന്നാണ് അർത്ഥം. കൃതജ്ഞതയോടുകൂടിയുള്ള ഒരു സ്വഭാവമാണ് കാണിക്കുന്നത്. നെക്സ്റ്റ് വൺ നോക്കുകയാണെങ്കിൽ അപ്നി മാ കോ ഹമേഷ യാദ് കർത്താ ഹെ, തന്റെ അമ്മയെ എപ്പോഴും ഓർക്കുന്നു. ഭാവുക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണൽ, സെൻസിറ്റീവ് എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഇനി നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാല് ക്യാദി ശിവിർ മേ കഠിൻ കാം
ठंड और भूख को झेलना എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രിസണേഴ്സ് ക്യാമ്പിൽ എന്താണ് കഠിനമായിട്ടുള്ള ജോലി ചെയ്യുക, അതുപോലെ തന്നെ തണുപ്പ്, വിശപ്പ് ഇതൊക്കെ സഹിക്കുക എന്നുള്ളതാണ്. സംഘർഷശീൽ, സംഘർഷം എന്ന് വെച്ചാൽ സ്ട്രഗിൾ എന്നാണ്. അപ്പോൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഹർമൻ കി ചരിത്ര പർ ടിപ്പണി ലിഖി എന്നാണ് പറയുന്നത്. അപ്പം ഈ ഹർമന്റെ ക്യാരക്ടറിനെ കുറിച്ചിട്ടുള്ള ഒരു കുറിപ്പ് എഴുതാൻ, ക്യാരക്ടർ സ്കെച്ച് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഹർമൻ കാ ചരിത്ര ചിത്രൻ अरविंद गुप्ता द्वारा अनुदित परी लड़की नामक कहानी का मुख्य पात्र है हरमन. അതായത് അരവിന്ദ് ഗുപ്ത ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള, ദ്വാര അനൂദിത് എന്ന് വെച്ചാൽ അദ്ദേഹം ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അദ്ദേഹത്താൽ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട പരി ലഡ്കി എന്ന പേരുള്ള ഈ ഒരു കഹാനിയിലെ പ്രധാന കഥാപാത്രമാണ് ഹർമൻ. वह 11 साल का लड़का था जब युद्ध के कारण अपनी माँ से अलग हुआ. അപ്പോൾ യുദ്ധം കാരണം തന്റെ അമ്മയിൽ നിന്ന് അലഗ് ഹോന എന്ന് വെച്ചാൽ സെപ്പറേറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് ഹർമന് 11 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വ അപ്നി ഭായിയോ കെ സാത്ത് ഖൈദി ശിവിർ മേ രഹതാ ഥാ. അവൻ തന്റെ ബ്രദേഴ്സിനോടൊപ്പം ഈ പ്രിസണേഴ്സ് ക്യാമ്പിലാണ് ജീവിച്ചിരുന്നത്. വഹാ ഉസെ ബഹുത് മുഷ്കിലോ കാ സാമന കർന പഡ്താ ഥാ. അവിടെ അവന് ഒരുപാട് പ്രശ്നങ്ങൾ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിരുന്നു. ഉസെ ബഹുത് കാം കർന പഡ്താ ഥാ, फिर भी ठीक से भोजन तक नहीं मिलता और ठंड में बिना किसी सुरक्षा के रहना पड़ता था. അപ്പം അവിടെയാണെങ്കിൽ ഒരുപാട് ജോലി ചെയ്യേണ്ടതായിട്ട് വരും, എന്നിട്ട് കറക്റ്റായിട്ട് ഭക്ഷണവും കിട്ടില്ല, അത് മാത്രമല്ല തണുപ്പിലൊക്കെ ഒരു സുരക്ഷയില്ലാണ്ട് ജീവിക്കേണ്ടതായിട്ടും വരുമായിരുന്നു. കബി കബി കാം കർത്തേ കർത്തേ ഉസ്കെ ഹാത്തോ സെ ഖൂൻ ബി ബഹതാ ഥാ. പലപ്പോഴും ജോലി ചെയ്യുന്ന സമയത്ത് അവന്റെ കയ്യിൽ നിന്നും എന്താണ് ഖൂൻ, ചോര, രക്തം ഒഴുകുമായിരുന്നു. फिर भी वह आत्मनिर्भर रहने की कोशिश करता रहा. എന്നിട്ടും അവൻ ആത്മനിർഭരതയോട് കൂടിയിട്ട് സെൽഫ് സഫിഷ്യന്റ് ആയിട്ട് അല്ലെങ്കിൽ സെൽഫ് റിലയന്റ് ആയിട്ട് മുന്നോട്ട് പോവാനായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരുന്നു. കോശിഷ് കർണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രമിക്കുക. ഉസേ അപ്നെ ഘർ കി ഓർ മാ കി ബഹുത് യാദ് ആത്തി ഥി. അവന് അവന്റെ വീടും അതുപോലെ തന്നെ അവന്റെ അമ്മയൊക്കെ എപ്പോഴും ഓർമ്മ വരുമായിരുന്നു. और एक दिन उसे लगा कि माँ ने उससे आकर कहा कि एक परी आकर तुम्हें बचाएगी. അങ്ങനെ ഒരു ദിവസം അവന് തോന്നാണ്, അമ്മ വന്നിട്ട് അവനോട് പറഞ്ഞു എന്ത്, ഒരു മാലാക വന്നിട്ട് നിന്നെ രക്ഷിക്കും എന്ന്. अगले ही दिन उसे वह परी लड़की मिली जो उसे रोज एक सेब देती रही, जिसके कारण हरमन इतने दिनों तक जीवित रह पाया. അപ്പം അടുത്ത ദിവസം തന്നെ, അഗ്ലേ ഹി ദിൻ എന്ന് പറഞ്ഞാൽ അടുത്ത ദിവസം തന്നെ ഈ ഹർമൻ എന്താണ് പരി ലഡ്കിനെ കണ്ടുമുട്ടി. ജോ ഉസെ റോസ് എക് സേബ് ദേത്തി രഹി. എന്നിട്ട് ആ പെൺകുട്ടി അവൻ എല്ലാ ദിവസവും ഒരു ആപ്പിള് കൊടുത്തുകൊണ്ടേയിരുന്നു. ജിസ്കെ കാരൻ, അതുകൊണ്ട് തന്നെ ഹർമൻ ഇത്തനെ ദിനോ തക് ജീവിത് രഹപ്പായ, അതുകൊണ്ടാണ് ഹർമൻ ഇത്രയും ദിവസത്തോളം ജീവനോട് ഇരിക്കാൻ തന്നെയുള്ള കാരണം. फिर एक दिन युद्ध समाप्त हुआ. हरमन एक जवान आदमी बनने के बाद अमेरिका चला गया. അങ്ങനെ യുദ്ധം അവസാനിച്ചു. ഹർമൻ ഒരു യുവാവായതിനു ശേഷം, ജവാൻ എന്ന് വെച്ചാൽ യുവാവ് എന്നാണ്, അങ്ങനെ ഒരു യുവാവായതിനു ശേഷം എന്താണ് അമേരിക്കയിലോട്ട് പോയി. ഉസെ തബ്ബി അപ്നെ അതീത് കി യാദേ സത്താത്തി ഥി. അപ്പോഴും അവനെ തന്റെ അതീത്, തന്റെ പാസ്റ്റിലെ ഓർമ്മകൾ സത്താത്തി ഥി, അലട്ടുന്നുണ്ടായിരുന്നു. ഉസ്നെ അതീത് കോ ഭൂൽനെ കാ പ്രയാസ് കിയ പർ വ ഉസ്സെ ഹോ നഹി പായ. അവൻ തന്റെ പാസ്റ്റ് മറക്കാനായിട്ട് ശ്രമിച്ചു. ഈ പ്രയാസ് എന്നുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് കോശിഷ് എന്ന് എഴുതാം, കുഴപ്പമില്ല, സെയിം അർത്ഥം തന്നെയാണ് ആ വാക്കുകൾക്കുള്ളത്. വ ഉസ്സെ ഹോ നഹി പായ, പക്ഷെ അവന് കഴിഞ്ഞില്ല മറക്കാനായിട്ട്. ഫിർ ബി വ അപ്നി പരി ലഡ്കി കോ ബഹുത് ഹി കൃതജ്ഞത സെ യാദ് കർത്താ ഥാ. പക്ഷെ എന്നാലും ഓർമ്മകൾ മറക്കാൻ, പണ്ടത്തെ ഓർമ്മകൾ മറക്കാൻ ശ്രമിക്കുകയായിരുന്നെങ്കിൽ കൂടിയും തന്റെ പരി ലഡ്കിയെ കുറിച്ച് അവൻ എപ്പോഴും കൃതജ്ഞതയോട് കൂടിയാണ് ഓർത്തിരുന്നത്. ഏക് ദിൻ ഉസെ ऐसा लगा जैसे माँ ने उससे कहा कि एक परी उसे बचाएगी और वह उसे पसंद आएगी. അങ്ങനെ ഒരു ദിവസം അവന് തോന്നാണ്, ഹർമന് തോന്നാണ്, അമ്മ വന്നിട്ട് തന്നോട് പറഞ്ഞു എന്താണ്, പരി ലഡ്കി വന്നിട്ട് അവനെ രക്ഷിക്കും എന്നുള്ളത്. ഓർ വ ഉസെ പസന്ത് ആയേഗി, അതുപോലെ തന്നെ ഹർമന് ആ പെൺകുട്ടിയെ ഇഷ്ടപ്പെടും എന്നും പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ട്. കുച്ച് ദിൻ ബാദ് വ എക് ദാവത് പർ ഗയാ ഓർ വഹാ അപ്നി പരി ലഡ്കി സെ ഫിർ മില. അങ്ങനെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഹർമൻ ഒരു ദാവത്ത് എന്ന് പറഞ്ഞ ഒരു ഫീസ്റ്റ്, അങ്ങനെ ഒരു ഫീസ്റ്റിന് വേണ്ടിയിട്ട് പോയി. ആ സമയത്ത് അവിടെ വെച്ചിട്ട് തന്റെ പരി ലഡ്കിയെ വീണ്ടും കണ്ടുമുട്ടി. ഇസ് കഹാനി കാ പാത്ര ഹർമൻ एक अनुभवी आत्मनिर्भर कृतज्ञ भावुक और संघर्षशील व्यक्ति है जिसे अपनी माँ की बातों पर पूरा विश्वास था और कहानी के अंत में वह सच भी हो गया.
അപ്പോൾ ഈ സ്റ്റോറിയിലെ ഹർമൻ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ അനുഭവി, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, ആത്മനിർഭരായിട്ടുള്ള, കൃതജ്ഞ എന്ന് വെച്ചാൽ താങ്ക്ഫുൾ ആയിട്ടുള്ള, ഭാവുക ഇമോഷണൽ ആയിട്ടുള്ള, സെൻസിറ്റീവ് ആയിട്ടുള്ള, അതുപോലെ തന്നെ സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സംഘർഷശീലായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ജിസെ അപ്നി മാ കി ബാത്തോं पर पूरा विश्वास था. അവന് അവന്റെ അമ്മയുടെ ആ വാക്കുകളിൽ പൂറാ വിശ്വാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും വിശ്വാസം ഉണ്ടായിരുന്നു, പൂർണ്ണമായും വിശ്വസിച്ചിരുന്നു. ഓർ കഹാനിക്ക് അന്ത്മേ, എന്നിട്ട് എന്താണ് സ്റ്റോറിയുടെ അവസാനത്തില് വ സച്ച് ബി ഹോ ഗയ, എന്താണ് അമ്മ പറഞ്ഞ കാര്യങ്ങള് സത്യമാവുകയും ചെയ്തു. സച്ച് ഹോ ഗയ എന്ന് വെച്ചാൽ സത്യമാവുക, ആ കാര്യം യാഥാർത്ഥ്യമായി എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഉസെ അപ്നി പരി ലഡ്കി മിൽ ഗയി, ഉസ്കി അപ്നി പരി ലഡ്കി, അവന് തന്റെ പരി ലഡ്കിയെ കിട്ടി, വീണ്ടും കാണാനായിട്ട് പറ്റി, തന്റെ സ്വന്തം പരി ലഡ്കി എന്നാണ് പറയുന്നത്. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അനുബദ്ധ കാര്യ കഹാനി കെ കിസി ഏക് പ്രസംഗ് പർ പട്കഥ തയ്യാർ കരേ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സ്റ്റോറിയിലെ ഒരു സന്ദർഭം എടുത്തിട്ട് അതിനെക്കുറിച്ചിട്ടുള്ള പട്കഥ എന്ന് വെച്ചാൽ സ്ക്രിപ്റ്റ് തയ്യാറാക്കാനാണ് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്കതിൻ്റെ ആൻസർ നോക്കാം. ദൃശ്യ ഏക് പാർട്ടി ഹാൾ രാത് 8 ബജെ. അപ്പം ഈ പട്കഥയിൽ പലതരത്തിൽ ഡീറ്റെയിൽസ് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. ചില സ്ക്രിപ്റ്റിൻ്റെ ഫോർമാറ്റിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥാൻ, സമയ്, അതുപോലെ തന്നെ പാത്രം എന്നൊക്കെ സെപ്പറേറ്റ് ആയിട്ട് എഴുതിയിട്ട് ഓരോ കാര്യങ്ങളും എടുത്തെഴുതും. പക്ഷേ ഇപ്പം 9th ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഫോളോ ചെയ്തിട്ടുള്ള പാറ്റേൺ ഇങ്ങനത്തെയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പാറ്റേണിൽ ആൻസർ തരുന്നത് കേട്ടോ. അപ്പോൾ ലൊക്കേഷൻ എന്ന് പറയുന്നത്, സ്ഥാൻ എന്ന് പറയുന്നത് എവിടെയാണ്? പാർട്ടി ഹാളാണ്, രാത്രി 8 മണിക്ക്. അപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള സന്ദർഭം എന്ന് വെച്ചാൽ ഈ സ്റ്റോറിയുടെ എൻഡിങ് ആണ്. അപ്പോൾ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സമയവും സ്ഥലത്തിനെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്തതിന് ശേഷം ബ്രാക്കറ്റിൽ ആരൊക്കെയാണ് അവിടെ ഉള്ളത്, ഓരോരുത്തരുടെയും ക്യാരക്ടർ അല്ലെങ്കിൽ അവരെ കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കണം. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഏക് ജവാൻ ആദ്മി ഹർമൻ ഓർ ഔറത് റോമ ഖാന ഖാ രഹേ ഹെ, എന്താണ് ഒരു യങ് ആയിട്ടുള്ള പുരുഷൻ ഹർമനും അതുപോലെ തന്നെ ഒരു സ്ത്രീ റോമയും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് അവിടുത്തെ സന്ദർഭം എന്ന് പറയുന്നത്. ദോനോ കി ഉമ്ര കരീബ് 25 സാൽ ഹെ, രണ്ടുപേരുടെയും പ്രായം എന്ന് പറയുന്നത് കരീബ് 25 സാൽ ഹെ എന്ന് പറയുമ്പോൾ ഏകദേശം 25 വയസ്സാണ്. ആദ്മി ഔറത് കി ആഖോ മേ ദേക്കർ കുച്ച് സോച്ച് രഹാ ഹെ, ആ യുവാവ് എന്താണ് ആ ഒരു സ്ത്രീയുടെ കണ്ണിൽ നോക്കിയിട്ട് എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹർമൻ, അപ്പം അത്രയാണ് സന്ദർഭം. ഇനി കോൺവെർസേഷൻ ആണ് വരുന്നത്. ഹർമൻ, ആപ്കാ ചെഹറ മുझे जाना पहचाना लग रहा है, क्या नाम है आपका? അപ്പോൾ താങ്കളുടെ മുഖം കണ്ടിട്ട് എനിക്ക് ജാന പെഹച്ചാന എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിചയമുള്ളതുപോലെ തോന്നുന്നു, എന്താണ് താങ്കളുടെ പേര് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ റോമ പറയുന്നു മേരാ നാം റോമ ഹെ, എൻ്റെ പേര് റോമ എന്നാണ്. ഹർമൻ, റോമ ജി ക്യാ ആപ് മുझे अपने बारे में कुछ बता सकती है? അപ്പോൾ ഹർമൻ ചോദിക്കുകയാണ് റോമയുടെ അടുത്ത് താങ്കളെ കുറിച്ച് എന്തെങ്കിലും ഡീറ്റെയിൽസ് പറയാൻ സാധിക്കുമോ എന്ന്. റോമ, अब मैं एक नर्स हूँ, ഇപ്പോൾ ഞാനൊരു നേഴ്സാണ്. पर पहले मैं ജർമ്മനി के एक छोटे से गांव में काम करती थी, പക്ഷെ മുൻപ് ഞാൻ ജർമ്മനിയിലെ ഒരു ചെറിയ ഗ്രാമത്തിലാണ് ജോലി ചെയ്തിരുന്നത്. ഹർമൻ, क्या आप कैदी शिविर के पास काम करती थी? താങ്കൾ ആ കാദി ഷിവിർ, ആ പ്രിസണർ ക്യാമ്പിന്റെ അടുത്താണോ ജോലി ചെയ്തിരുന്നത് എന്നാണ് ചോദിക്കുന്നത്. റോമ, ജി ഹാ, ക്യാ ആപ്കോ ഉസ് ജഗഹ് കെ ബാരെ മേ പതാ ഹെ? അപ്പോൾ റോമ പറയാണ് അതെ, ആ സ്ഥലത്തിനെ കുറിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത്, താങ്കൾക്ക് ആ സ്ഥലത്തെ കുറിച്ച് എന്തെങ്കിലും അറിയുമോ എന്നാണ് റോമ ചോദിക്കുന്നത്. ഹർമൻ, ഹാ മുझे പതാ ഹെ, അതെ എനിക്കറിയാം. ക്യോങ്കി മേ ഭി വഹി രഹതാ ഥാ, കാരണം എന്താണെന്ന് വെച്ചാൽ ഞാനും അവിടെയാണ് താമസിച്ചിരുന്നത്. റോമ, വഹാ മേ एक लड़की को हर दिन एक सेब देती थी. അപ്പോൾ റോമ പറയാണ് അവിടെ ആ ഒരു കാദി ഷിവറിൽ എല്ലാ ദിവസവും ഒരു ആൺകുട്ടിക്ക് ഞാൻ ഓരോ എന്ത് കൊടുക്കാറുണ്ട്, ആപ്പിൾ കൊടുക്കാറുണ്ട്. ഹർമൻ, തും ജിസ് ലड़के के लिए सेब लेकर जाती थी वह मैं ही हूँ. നീ ആർക്കാണോ ഈ സേബ് കൊണ്ടു കൊടുത്തിരുന്നത്, ആപ്പിൾ കൊണ്ടു കൊടുത്തിരുന്നത്, ആ ആൺകുട്ടി ഞാൻ തന്നെയാണ് എന്നാണ് ഹർമൻ പറയുന്നത്. എന്നിട്ട് പിന്നെയും ബ്രാക്കറ്റിൽ എഴുതി ചേർത്തിട്ടുണ്ട് എന്താണ്, ഹർമൻ ഭാവുക് ഹോ ജാത്താ ഹെ ഓർ ഫിർ സെ റോമ സെ ബാത് കർനെ ലഗ്താ ഹെ. അപ്പോൾ ഭാവുക് ഹോ ജാന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷണൽ ആവുക. അപ്പം ഹർമൻ ഇമോഷണൽ ആകുന്നുണ്ട്. എന്നിട്ട് ഫിർ സെ വീണ്ടും റോമ സെ ബാത് കർനെ ലഗ്താ ഹെ, റോമയോട് സംസാരിക്കാനായിട്ട് തുടങ്ങുന്നു.
അപ്പോൾ ഇതെന്താണ് ബ്രാക്കറ്റിൽ എഴുതാൻ കാരണം? അതൊരു സന്ദർഭമാണ്, അവിടെ കോൺവെർസേഷൻ അല്ല, ഹെർമന് വന്നിട്ടുള്ള മാറ്റാണ് അവിടെ പറയുന്നത്. നെക്സ്റ്റ് വീണ്ടും ഹെർമൻ തന്നെയാണ് പറയുന്നത്, തും ഹി മേരി പരി ലഡ്കി ഹോ ഓർ മാ തുമ്ഹാര ലഡ്ക. നീ തന്നെയാണ് എൻ്റെ മാലാക പെൺകുട്ടി, ഞാൻ നിന്റെ ലഡ്കയും നിന്റെ ആൺകുട്ടിയും എന്നാണ് പറയുന്നത്. എന്നിട്ട് ബ്രാക്കറ്റിൽ റോമ മുസ്കുറാത്തി ഹെ, റോമ ഇത് കേട്ടിട്ട് പുഞ്ചിരിക്കുന്നു. അങ്ങനെയാണ് ഈ ഒരു സീന് നമ്മൾ അവസാനിപ്പിക്കുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇടയിലുള്ള ഇപ്പോൾ ഈ ഹെർമൻ ഭാവുക് ഹോ ജാത്ത ഹെ ആ സംഭവമൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഒറ്റ ഡയലോഗ് ആക്കിയിട്ട് ഹെർമൻ പറഞ്ഞ കാര്യങ്ങൾ എഴുതിയാൽ മതി. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ഓരോരുത്തരുടെ ചോയ്സ് അനുസരിച്ചിട്ടിരിക്കും, എങ്ങനെയാണ് കട്ട് ഷോട്ട് ചെയ്യണോ, എത്ര ഡയലോഗ്സ് കൊടുക്കണം എന്നൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ബേസിക് ഫോർമാറ്റ് എന്ന് പറയുന്നത് സ്ഥലം, സമയം, ആളുകൾ, അവരെന്താണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ആ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പറയണം. പിന്നെ ഈ ഒരു സിറ്റുവേഷനിലെ കോൺവെർസേഷൻ നന്നായിട്ട് എഴുതുക. അതാണ് ബേസിക്കലി ഒരു സ്ക്രിപ്റ്റിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. പിന്നെ ടൈറ്റിലായിട്ട് ദൃശ്യം എന്നുള്ളത് കൊടുക്കണം കേട്ടോ, ദൃശ്യ ഏക്ക് എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്നെ കോമെൻറ്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.